MC റോഡിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞ അപകടം. കൊട്ടാരക്കര പനവേലിയിൽ പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ടാങ്കർ ലോറി റോഡിന്റെ വശം ചേർന്ന് മറിയുകയായിരുന്നു. ടാങ്കറിലെ ഇന്ധന ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്ത്, ഇന്ധന ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമം ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പം മറ്റു വിവരങ്ങളും. ഇന്ന് രാവിലെ 5 മണിയോടെയാണ് ഈ കൊട്ടാരക്കര MC റോഡിൽ പനവേലി ഭാഗത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഗ്യാസ് ടാങ്കർ ലോറി റോഡിന്റെ ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന തമിഴ്നാട് തുറയൂർ സ്വദേശിയെ പരിക്കുകളോടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി സ്ഥലത്തെ ഈ സ്ഥലത്ത് ടാങ്കറിന്റെ ഇന്ധന ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമം അവർ തുടരുന്നുണ്ട്. എന്തായാലും മേഖലയിലെ വൈദ്യുബന്ധങ്ങൾ വിച്ഛേദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ MC റോഡിലെ ഗതാഗതവും ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാതക ചോർച്ച ഇന്ധന ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. എന്തായാലും ഇത് അപകടമുണ്ടായി ഇപ്പോൾ ഏതാണ്ട് 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും ഇത് പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ നിലവിൽ വലിയൊരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ല. ദൗത്യം മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ മേഖലയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും 3 മണിക്കൂറായിരിക്കുന്നു ഈ ഇന്ധന ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. KP. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.